محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് ദുനിയാവിൽ ജീവിക്കുവാനും മരണം പുൽകുമ്പോൾ മലക്കുകൾ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മലക്കുകളെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ആദ്യം സൃഷ്ടിച്ചത് മലക്കുകളെയാണ്. കാരണം ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്താൻ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. അതുകൊണ്ട് ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് മലക്കുകളെയാണ്. എല്ലാവരെയും സൃഷ്ടിച്ച കണ്ടന്റ് വ്യത്യാസമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു പറഞ്ഞു, ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് കൊട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ്. ജിന്നുകളെ സൃഷ്ടിച്ചതോ ഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിന്നാർ. ജിന്നുകളെ സൃഷ്ടിച്ചത് മിൻ മാരിജിൻ മിന്നാർ, തീ ജ്വാലയിൽ നിന്നാണ്. എന്നാൽ മലക്കുകളെയോ ഖുലിഖത്തിൽ മലായിക്കത്തു മിൻ നൂർ. മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്. ഇതുകൊണ്ട് തന്നെ ഈ സൃഷ്ടിപ്പിൻ്റെ കണ്ടന്റിൽ തന്നെ ഇവരുടെ സ്വഭാവം വൈവിധ്യമാണ്. മനുഷ്യനും ജിന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും ധിക്കരിക്കുകയും ചെയ്യും. മലക്കുകളാവട്ടെ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനകളും ധിക്കരിക്കുകയില്ല. അള്ളാഹു എന്ത് കൽപ്പിച്ചു അത് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം മനുഷ്യനും മലക്കും തമ്മിലുള്ള വ്യത്യാസത. എന്നാൽ ഈ മലക്ക് അള്ളാഹുവിൻ്റെ കിറാമുകളായ മാന്യന്മാരായ കിറാമൻ കാത്തിബി എന്നാണല്ലോ അള്ളാഹു മലക്കുകളെ പരിചയപ്പെടുത്തിയത്. മാന്യന്മാരാണ് അള്ളാഹിൻ്റെ. അവർ വിശ്വാസികളായി ഭൂമിയിൽ ജീവിക്കുന്ന നല്ലവരായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇടപെട്ടുകൊണ്ട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന വിഭാഗം ആളുകളാണ് മലക്ക്. ഒരുപാട് ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ ഇടപെടും അള്ളാഹുവിനോട്, നല്ല മനുഷ്യന്മാരായ ആളുകൾക്ക് കേട്ടോ, അല്ലാണ്ട് എല്ലാ മനുഷ്യന്മാരോടും അല്ല. അപ്പം അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും കൂടുതൽ ആദരണീയായ ഇബാദുൻ മുക്രമുൻ, ആദരണീയായ അള്ളാഹുവിൻ്റെ ദാസന്മാർ നാം മലക്കുകൾ അള്ളാഹു പരിചയപ്പെടുന്നത്. അത്ര നമ്മളെ പരിചയപ്പെടുത്തിയില്ല. വലക്കത് കറംന ബനി ആദം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദമിൻ്റെ മക്കൾ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ ആദരണീയരായ അള്ളാഹുവിൻ്റെ അടിമകളാണെന്ന് പറഞ്ഞില്ലേ. മലക്കുകൾ അള്ളാഹു ഉപയോഗിച്ചത് ഇബാദുൻ മുക്രമുൻ, ആദരണീയരായ വിഭാഗം ആളുകളാണ്. അവർ അള്ളാഹുവിനെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരും നിരന്തരമായി അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവർ. ബൈത്തുൽ മഅ്മൂറിൽ 70,000 മലക്കുകൾ രാവും പകലും അള്ളാഹുവിന് തസ്ബീഹുകളും ദിക്റുകളും നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അത്രയും ഉന്നതരായ മലക്കുകളാണ്
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും അല്ലേ? മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൽബിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, ആമീൻ എന്ന പ്രാർത്ഥന നിസ്വാർത്ഥമാണ്. അതുമാത്രവുമല്ല, ആ പ്രാർത്ഥന കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്, ആനന്ദമാണ്. എന്നാൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു പറയുമ്പോഴോ, ആര്? വിശിഷ്ടരിൽ വിശിഷ്ടരായ, അള്ളാഹു ആദരിച്ച, അള്ളാഹു ഇബാദുൻ മുക്രമുൻ, ആദരണീയരായ ദാസന്മാരെന്ന് പരിചയപ്പെടുത്തിയ ആ മലക്കുകളാണ് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? മലക്കുകൾക്ക് വേണ്ടി കേട്ടോ. അതാണ് ആ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് സൂറത്തുൽ ഗാഫിറിൽ നിന്ന് ഓതി വെച്ചത്. നമുക്ക് കേട്ടുവെക്കാം അള്ളാഹു എന്താ പറയുന്നത്. ആ മലക്കുകളെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ലദീന യഹ്മിലൂനൽ അർശ്, ആ മലക്കുകൾ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മലക്കുകൾ സിംഹാസനത്തെ വഹിക്കുന്നവർ, അള്ളാന്റെ സിംഹാസനം വഹിക്കുന്നവർ. അല്ലദീന യഹ്മിലൂനൽ അർശ് വമൻ ഹൗലഹു, അതിന് ചുറ്റുമുള്ളവരും. ആ മലക്കുകൾ സിംഹാസനം വഹിക്കുന്നവരും സിംഹാസനത്തിന് ചുറ്റുമുള്ളവരാണ്. യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, സദാസമയവും അള്ളാഹുവിനെ വാഴ്ത്തിപ്പുകഴ്ത്തുന്നവർ. വയുഅ്മിനൂന ബിഹി, അചഞ്ചലമായ അള്ളാഹുവിലുള്ള വിശ്വാസമുള്ള മലക്കുകൾ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, അവർ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യസ്തഗ്ഫിറൂൻ, അവർ പ്രാർത്ഥിക്കും. ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് വേണ്ടി. എന്താ പ്രാർത്ഥിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? ഏത് വിശ്വാസികൾക്കാണ്? ഫഗ്ഫിർ ലില്ലദീന താബു, അള്ളാഹുവെ തൗബ ചെയ്ത, തെറ്റുകൾ വന്നു പോകുമ്പോൾ തൗബ ചെയ്തു ജീവിക്കുന്ന വിശ്വാസികൾക്ക് പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകൾ. ആരാ മലക്കുകൾ? അള്ളാഹുവിൻ്റെ വിശിഷ്ടദാസന്മാർ, ആദരണീയർ. അപ്പം അവരുടെ പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ മുക്കറബായ ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ തെറ്റ് വന്നു പോയാൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ജിന്നും എന്ത് ചെയ്യും? തെറ്റും ശരിയും ചെയ്യും അല്ലേ? നമ്മൾ ചിലപ്പോൾ നല്ല കാര്യമാണ് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ ദുഷിച്ച കാര്യമാണ് ചെയ്യുക. നമ്മൾ അതുകൊണ്ടാണ് കൊട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമൺ കട്ട, തട്ടുമ്പോഴേക്കും ശബ്ദം വരിക, ഒരു പ്രത്യേക ശബ്ദം വരും ആ കളിമണ്ണിൽ നിന്ന്. അതുപോലെ മനുഷ്യൻ ചിലപ്പോൾ നല്ല സംസാരമായിരിക്കും, ചിലപ്പോൾ മോശമാവും, ജീവിതം തന്നെ. എന്നാൽ മലക്കങ്ങനല്ല. മലക്കുകളെ പറ്റി അല്ലാഹു പറഞ്ഞ ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരൊരിക്കലും അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യവും ധിക്കരിക്കൂല. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്ത് കൽപ്പിച്ചാലും ആ കാര്യം അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അതാ മലക്കുകൾ. ആ മലക്കുകളാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല അള്ളാഹ് എന്താ പറഞ്ഞത്? അവരെന്താ? യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, 24 മണിക്കൂറും ബൈത്തുൽ മഅ്മൂറിൽ അവരുടെ തസ്ബീഹ് നടന്നുകൊണ്ടിരിക്കുക. ആ മലക്കുകളാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിച്ചത്? ഫഗ്ഫിർ ലില്ലദീന താബു, പടച്ചോനെ തൗബ ചെയ്ത് ജീവിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? മലക്കുകളുടെ പ്രാർത്ഥന ഇട്ടെങ്കിൽ നമ്മൾ തൗബ ചെയ്യുന്നവരായിരിക്കണം. തെറ്റുകളും കുറ്റങ്ങളൊക്കെ വന്നു പോകും. ആ തെറ്റിലും കുറ്റത്തിലും എന്താക്കരുത്? വലം യുസിറു അലൽ ഹിൻസിൽ അലിയും, ഗുരുതരമായ പാപത്തിൽ ഉറച്ചു നിൽക്കരുത്, തൗബ ചെയ്യണം അല്ലേ? അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുക. അതാണ് ഫഗ്ഫിർ ലില്ലദീന താബു. എന്നിട്ടോ വത്തബഉ സബീലക, നിന്റെ മാർഗമായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായവർക്ക്. രണ്ടാമത്തെ നിബന്ധന. ഒന്ന്, അള്ളാഹുവിന് തെറ്റ് വന്നുപോയ തൗബ ചെയ്യുക. രണ്ടാമത്തതോ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നവർക്ക് പടച്ചോനെ പുറത്തു കൊടുക്കണം കേട്ടോ. പിന്നെ വത്തബഉ സബീലക, നിന്റെ മാർഗം പിൻപറ്റിയതാണ്. വഖിഹിം അദാബൽ ജഹീം, പടച്ചവനെ ഈ വിഭാഗം ആളുകളെ നീ നരകത്തിൽ രക്ഷിക്കണം. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകൾ. ആരാ മലക്കുകൾ എന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ? സാധാരണ ഒരു മുസ്ലിയാർ പ്രാർത്ഥിച്ചാൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരും, നമ്മളെ വാപ്പ മരിച്ചിട്ടുണ്ട് ഒന്ന് ആർക്കണം. ഞാനിവിടുന്ന് ആരാ വാപ്പ മരിച്ചു എന്ന് പറയില്ല. വിശ്വാസികളായി മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണം പ്രാർത്ഥിക്കില്ല. നേരെ മറിച്ച് ചില പള്ളികളിലൊക്കെ ഇമാമുകൾ എന്ത് ചെയ്യും? നിങ്ങളെ പേരും നിങ്ങളെ വാപ്പൻ്റെ പേരും നിങ്ങളെ ഉൽപ്പവും എല്ലാം പറഞ്ഞ് ഇതായിരുന്നാലോ ഭയങ്കര സന്തോഷമാവില്ലേ? ഇത് ഞാൻ മനുഷ്യനാണ്, എനിക്കെന്തുണ്ടാവും? തെറ്റും പേരും ശരിയും ഉണ്ടാവും. മലക്കാരല്ല, അള്ളാഹുവിനോട് ധിക്കാരവും പ്രവർത്തിക്കാത്ത സൃഷ്ടികളാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന കിട്ടാൻ എന്ത് വേണമെന്നപ്പോൾ പറഞ്ഞ് മലക്കുകളുടെ പ്രാർത്ഥന, മലക്കുകൾ അള്ളാഹിനോട് ഇടപെടും. ആ ഇടപെടൽ കിട്ടണമെങ്കിൽ നമ്മൾ ആരാവണം? ഒന്ന്, അള്ളാഹ് പറഞ്ഞത് തൗബ ചെയ്യുന്നവരായിരിക്കണം. രണ്ട്, പറഞ്ഞത്
വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുന്നവരാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്താ പ്രാർത്ഥിക്കുക? അള്ളാഹിൻ്റെ മലക്കുകൾ പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, വക്കിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അവരെ പടച്ചോനെ നീ രക്ഷിക്കണം. അവരെന്ന് പറഞ്ഞാൽ ആരെ? റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്ൻ, അള്ളാഹുവെ ശാശ്വതമായ സ്വർഗത്തിൽ അവരെ പ്രവേശിക്കാൻ. നരകത്തിന് രക്ഷിച്ചാൽ മാത്രം പോരാ, ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ മലക്കുകൾ പ്രാർത്ഥിക്കാൻ നമുക്കുണ്ട്. നമ്മളെ സ്വർഗത്തിൽ കയറ്റാൻ. അല്ലത്തി വാഴ്ത്തഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം. വിശ്വാസവും സൽക്കർമ്മവും ചെയ്യുന്ന ആളുകൾക്ക് എന്താ പറഞ്ഞത്? അള്ളാഹു വാഗ്ദാനം ചെയ്തെന്താ? ഇന്നല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. അല്ലേ? ജന്നാത്തുൽ ഫിർദൗസാണ് അള്ളാഹു അവർക്ക് വിരുന്ന് സൽക്കാരമായി കൊടുക്കുക എന്ന് വാഗ്ദാനം ചെയ്ത്. ആ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണം. എപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിരന്തരമായി പ്രാർത്ഥിച്ചുകൊടുക്കുക. ആർക്ക് വേണ്ടി? നമ്മളൊക്കെ ഇപ്പം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുക അള്ളാഹിനോട്? കുറേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മടുക്കും, അല്ലേ? പക്ഷേ ലാ യസ്അമൂൻ, അവർക്ക് മടുക്കൂല, അവർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല എന്നൊക്കെ ഖുർആൻ അറാഫിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അത്രയും സമയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എങ്ങനെയാ? പടച്ചോനെ ശാശ്വതമായ സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണം. അവരെ മാത്രം പോരാ, വമൻ സലഹമിൻ ആബായിഹിം, നേരത്തെ പറഞ്ഞതുപോലെ തൗബ ചെയ്ത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന അവരുടെ മാതാപിതാക്കളെയും കൂടിയും പടച്ചോനെ അവരെ കൂട്ടി സ്വർഗത്തിൽ കയറ്റണം. അങ്ങനെയുണ്ട്. നമ്മളുടെ മാതാപിതാക്കളെയും കൂടി നമ്മളെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കയറ്റുന്ന ആര് പ്രാർത്ഥിക്കുന്നത്? മലക്കുകൾ. ആരാ മലക്കുകൾ? ഞാൻ പറഞ്ഞു, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇന്നെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെയും കളങ്കമുള്ളവരല്ല, നിഷ്കളങ്കരായ, അല്ലേ? അല്ല സൃഷ്ടിച്ച ഏറ്റവും വിശുദ്ധരായ സൃഷ്ടി, അത് അല്ല തന്നെ പറഞ്ഞത്. അവരാ പ്രാർത്ഥിക്കുന്നത്. അവരുടെ മാതാപിതാക്കളെയും അസുവാജിയും അവരുടെ ഭാര്യാഭർത്താക്കന്മാരായി മരിച്ചുകൊണ്ടാവും ഓരും പടച്ചോനെ നീ സ്വർഗത്തിൽ കയറണം ഒന്നിച്ച്. മലക്കുകളുടെ പ്രാർത്ഥന ആലോചിച്ച് നോക്കുമ്പോൾ. പിന്നെ ദുരിയാത്തെയും അവരുടെ മക്കളെയും. എങ്ങനത്തെ മക്കളെ? ചിലപ്പോൾ പ്രായം കൊണ്ട് മാതാപിതാക്കളുടെ അത്ര ഈമാനും സൽക്കർമ്മവും എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ അവരെയും സ്വർഗത്തിൽ കയറണം നമ്മൾക്ക് പറയുന്നത്. മക്കളെയും കുടുംബസമേത. നമ്മളൊക്കെ ഏറി എന്നാൽ എന്തു പറയും? പടച്ചോനെ നീ എൻ്റെ കുടുംബത്തെയും സ്വർഗത്തിൽ കയറണം, അല്ലേ? ഒറ്റവാക്കില്. പക്ഷെ മലക്കുകൾ അങ്ങനെയല്ല പറഞ്ഞത്. മാതാപിതാക്കളെ വേറെ പ്രാർത്ഥിച്ചു, ഭാര്യാഭർത്താക്കന്മാർക്ക് വേണ്ടി വേറെ പ്രാർത്ഥിച്ചു, മക്കൾക്ക് വേണ്ടി വേറെ പ്രാർത്ഥിച്ചു. എന്നിട്ടല്ല അവർ പറയാ ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, അള്ളാഹുവെ നീ പ്രതാപശാലിയാണ്, തത്വജ്ഞാനിയാണ്, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കും എന്ന പൂർണ്ണമായ ബോധ്യമുണ്ട്. തീർന്നില്ല. വഖിഹിമുസ്സയ്യാത്ത്, പടച്ചോനെ ഈ പറഞ്ഞ വിഭാഗം ആളുകളിൽ നിന്ന് തെറ്റുകൾ വരുമ്പോൾ നീ തടുക്കണം പടച്ചോനെ. നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ചില്ല. നിന്റെ തെറ്റ് വരുമ്പോൾ അള്ളാഹുവെ നീ തടുക്കണം, നമ്മൾ തടുക്കില്ല. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മലക്കുകൾ ഇടപെടുക. വഖിഹിമുസ്സയ്യാത്ത്, പടച്ചോനെ തിന്മകളിൽ നിന്ന് തടുക്കണം. വമൻ തഖിസ്സയ്യാത്ത്, ആരെങ്കിലും അള്ളാഹു തിന്മയിൽ നിന്ന് തടുത്താലോ ഫഖദ് റഹിംത, പടച്ചോനെ നീ അവരോട് കാരുണ്യം കാണിച്ചു കഴിഞ്ഞു, നിന്റെ കാരുണ്യം കിട്ടിക്കഴിഞ്ഞു. അവർക്ക് ആ കാരുണ്യം കിട്ടി. അള്ളാഹു തിന്മകളിൽ നിന്ന് ദുനിയാവിൽ നിന്ന് തടുക്കണം. അങ്ങനെ തടുത്താൽ അള്ളാഹിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വദാലിക ഹുവൽ ഫൗസുൽ അലീം, അത് മനോഹരമായ ഉന്നതമായ വിജയമാണ്. ഏത്? ആ പ്രാർത്ഥന കിട്ടുകയുള്ളത്. അപ്പം ആ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയുള്ള അധ്വാനത്തിലായിരിക്കും നമ്മൾ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്ത് ഫുസ്സിലയിൽ അള്ളാഹു പറയാണ്, മലക്കുകൾ നമുക്ക് വേണ്ടി ഇടപെടും, നമ്മുടെ കൂട്ടുകാരായി ജീവിക്കും. ഇവിടെയും ആഖിറത്തിലും. ഇവിടെയും കൂട്ടുകാരാണ്, അവിടെയും കൂട്ടുകാരാണ്. അള്ളാഹ് പറയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്ത് അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഈ പ്രപഞ്ചത്തിൻ്റെയും ഞങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ചു, മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി പ്രഖ്യാപിച്ചവർ. എന്നിട്ടോ സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വ ജീവിച്ചു. അതാണെന്ത്? തെറ്റുകൾ വരാതെ, തിന്മകൾ വരാതെ സുമ്മസ്തഖാമു, നേരെ ചൊവ്വ ജീവിച്ചു. അങ്ങനെ ജീവിച്ച ആളുകൾ മരിക്കുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായികത്ത്, മലക്കുകൾ അവരുടെ നേരെ ഇറങ്ങും. മലക്കുകൾ എന്ന് പറഞ്ഞാൽ എത്ര? 70,000 മലക്കുകളാണ്. ഒരാൾ ഇവിടെ 700-ലധികം കോടി ജനങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഒരുപാട് മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം മലക്കുകളുടെ എണ്ണം ഭൂലോകത്തുള്ള ആർക്കും അറിയില്ല. അത്രമാത്രം അള്ളാഹു മലക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ ഹഫലത്തിൻ്റെ മലക്കുകളുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന.
നമ്മൾ അപകടത്തിൽ പോയി പെടുമ്പോൾ അവിടുന്ന് വളരെ എന്താ പറയുക, ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം രക്ഷപ്പെടാറുണ്ട് ചില അപകടങ്ങൾ. അത് അള്ളാൻ്റെ മലക്കുകളുടെ അഫലത്താണ്, സംരക്ഷണം. അതിന് പോലും മലക്കുകളുണ്ട്. അപ്പോൾ 700 കോടിയിലധികമുള്ള ആളുകൾക്ക് അള്ളാഹു ഓരോ ദിവസവും മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക, ഓരോ പ്രവർത്തനവുമായി നമുക്ക് പറയാം. അപ്പം അള്ളാഹ് പറയാം, അങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ റൂഹ് പിരിയുമ്പോൾ നമ്മളുടെ കൂടെ നിന്ന മലക്കുകളാണല്ലോ, അവരാണല്ലോ റൂഹ് എടുക്കുന്നത്. ആ റൂഹ് എടുക്കുന്ന മലക്ക് പറയാണ്, അല്ലാ തഖാഫു, ഭയപ്പെടേണ്ടതില്ല. കാരണം എന്താ, മരിക്കുന്ന സമയത്ത് നല്ല ഭയം ഉണ്ടാവും, എനിക്കായാലും നിങ്ങൾക്കായാലും. കാരണം എന്താ, മുതൽ വിട്ടുപോവുകയാണ്, മക്കളെ വിട്ടുപോവുകയാണ്, ഭാര്യ വിട്ടുപോവുകയാണ്, സ്വത്ത് വിട്ടുപോവുകയാണ്, നമ്മൾ ഇതുവരെ ഉപയോഗിച്ച വസ്തുക്കളെ വിട്ടുപോവുകയാണ്. ഒരു പേടിയും പേടിക്കേണ്ട. ഇതിനേക്കാൾ ഉന്നതമായ സൗകര്യങ്ങൾ ഒരുക്കിയെടുത്തുക കൊണ്ടുണ്ട്, പേടിക്കണ്ട. അത് കേൾക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ആ മരണവേളയിലെ എന്താ നിങ്ങൾ പറയുന്നത്? അള്ളാൻ്റെ റസൂൽ പറഞ്ഞ പോലെ മാലം യുഗർ ഗർ എന്നൊരു ശബ്ദം ഉണ്ടാവും അന്നനാളത്ത്. റൂഹ് പിരിയാൻ വേണ്ടേ? ആ സമയത്താണ് മലക്കുകൾ പറയുന്നത്, അല്ലാ തഖാഫു, ഒരു ഭയവും വേണ്ട, വലാ തഹ്സനു, ദുഃഖിക്കണ്ട. ഇവിടെ വിട്ടേച്ചു പോകുന്ന പ്രായപൂർത്തിയെത്താത്ത മക്കളെക്കുറിച്ചോ അവരുടെ പഠനത്തെക്കുറിച്ചോ അവരുടെ ജീവിതത്തെക്കുറിച്ചോ ചിന്തിച്ച് ദുഃഖിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ ഓരോ ഏറ്റെടുക്കുക, മരണവേളയിലെ മലക്ക് ഏറ്റെടുക്കുക. അല്ലാ തഖാഫു വലാ തഹ്സനു, എന്നിട്ടോ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്കായി വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് കൂടെ പോന്നോളെ, റൂഹിനോടെ കൂടെ പോന്നോളെ. അങ്ങനെ കൂടെ പോകാനുള്ളൊരു ഭാഗ്യം തൗഫീഖ് നൽകുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പിരിയുമ്പോഴേ അറിയുള്ളൂ, മരണമെത്തുന്ന നേരത്തെ അറിയുള്ളൂ. അതുവരെ മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. എന്താ പറയാം, ആ മലക്കുകൾ പറയാം, നിങ്ങൾ പേടിക്കണ്ട, ഒരു പേടിയും വേണ്ട, ദുഃഖവും വേണ്ട. എന്താ കാരണം, നഹ്നു ഔലിയാവുക്കും, നിങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളാണ്, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സഹായികൾ, എവിടെയും സഹായിക്കാൻ ഞങ്ങളുണ്ട്. ആര്? മലക്കുകളെ. നഹ്നു ഔലിയാവുക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഇവിടെ മാത്രമല്ല പരലോകത്തും നിങ്ങളുടെ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, ബന്ധുക്കൾ, സഹായികൾ ഞങ്ങളാണ്. നഹ്നു ഔലിയാവുക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, പരലോകത്ത് വന്നാൽ ഇവിടെ എല്ലാം വിട്ടേച്ചാണല്ലോ പോയത്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നത് കൊതിക്കുന്നത് മുഴുവനും അല്ലാഹു ആ സ്വർഗ്ഗലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് വന്നാൽ മതി. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും, പിന്നെ വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നത് മുഴുവനും അല്ലാഹു സ്വർഗത്തിൽ തരും. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ അതാ സ്വർഗം. അത് ഈ ലോകത്ത് കിട്ടിയാൽ നമുക്ക് എന്താവില്ല, സമാധാനം നഷ്ടപ്പെടുക. നമ്മൾ ആവശ്യപ്പെട്ടൊക്കെ അല്ലേ. ഇപ്പം തന്നെ സൗകര്യം കൂടിയപ്പോൾ സമാധാനം കുറഞ്ഞില്ലേ? സൗകര്യം കൂടിയപ്പോൾ സമാധാനം കുറഞ്ഞതാ, പൈസയൊക്കെ കൂടിയപ്പം അല്ലേ. പൈസ ഇല്ലാത്ത സമയത്ത് എന്താ നിങ്ങൾ പറഞ്ഞത്, ആ ഉച്ച സമയത്തൊക്കെ ചോറ് വിളമ്പി വെക്കുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റാണ് അല്ലേ, നല്ല സമാധാനേ. അതിൻ്റെ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പൈസ കൂടിയപ്പോഴോ ഒരു കറിയും ഒരു ഭക്ഷണവും നമുക്ക് ടേസ്റ്റ് ഇല്ല. ഒന്ന് എന്താണെന്ന് അറിഞ്ഞൂടെ, അങ്ങനെ പറയാം. ഇതെന്ത് കറിയാക്കി വെച്ചത് ഭാര്യനോട്. മുക്കാലില്ലാത്ത സമയത്ത് നമ്മൾ പാത്രത്തിലേക്ക് വന്ന് വീണതാ, പാത്രം വരെ ഇതൊന്ന് തീർക്കും. നമുക്ക് ഓർമ്മ ഉണ്ടാവും, സ്കൂളൊക്കെ ഇട്ട് വന്നാൽ അല്ലേ, ആ വൈകുന്നേരം വന്നാൽ പുസ്തകം എവിടെയെന്ന് പോലും വെച്ചത് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഇപ്പം പണവും മുതലും സമ്പത്തും ഭക്ഷണവും ഒക്കെ വർദ്ധിച്ചപ്പം സമാധാനം കൂടുതൽ ഇത് കുറഞ്ഞതാ. പ്രത്യക്ഷത്തിൽ തോന്നുന്നത് പൈസ കൂടിയ സമാധാനം ഉണ്ടാകും. പക്ഷെ പൈസ കൂടിയ അള്ളാഹു കൂടുതൽ അള്ളാഹിനോട് അടുക്കൽ നിർത്തിയാൽ, പൈസ കൂടിയപ്പം അടുക്കൽ നിൽക്കും, അടുക്കൽ നിന്നാൽ അള്ളാഹ് അപ്പം കൊടുക്കും പണി കേട്ടോ. അപ്പം പിന്നെ മലക്കുകൾ കൂട്ടുകാരായി ഉണ്ടാവില്ല, ഓരോ ഒഴിഞ്ഞു പോകും. പിന്നെ ആ മലക്കിൻ്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവില്ല, മരണവേളയിൽ തീരെ ഉണ്ടാവില്ല. ഇപ്പം മരണവേളയിൽ പോലും അവർ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞെന്താ, വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട്. അതെന്താ, നുസുലം മിൻ ഗഫൂരിർ റഹീം, പൊറുക്കുന്നവനും കരുണാവാരിയുമായ അള്ളാഹുവിൻ്റെ നുസുൽ. നുസുൽ പറഞ്ഞാൽ വിരുന്ന് സൽക്കാരം. വിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കിയ വിരുന്ന് സൽക്കാരം. ഇത് മടുക്കൂല. ഇവിടെ നേരെ മറിച്ച് നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും മടുക്കും അല്ലേ. എന്നും അത് തന്നെ ആയാൽ
മടുക്കൂലേ? പക്ഷേ സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ഒരിക്കലും മടുക്കൂല. അങ്ങനത്തെ ഒരു സൗകര്യങ്ങളാണ് അള്ളാഹു ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം സ്വർഗത്തിലേക്കുള്ള യാത്ര ദുനിയാവിൽ നിന്ന് നേടാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ നിരന്തരമായ ഇടപെടലുകൾ നമുക്ക് ലഭ്യമാക്കാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു പ്രവർത്തനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. ആദ്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഇന്ന ലില്ലാഹി മലായിക്കത്തുൻ, അള്ളാഹുവിന് കുറച്ച് മലക്കുകളുണ്ട്. യതആഖബൂന മലായിക്കത്തുൻ ബില്ലൈൽ വ മലായിക്കത്തുൻ ബിന്നഹാർ. അവർ വാനമിറങ്ങി ഭൂമിയിലേക്ക് വരിക. കുറച്ച് മലക്കുകൾ രാത്രിയിലും കുറച്ച് മലക്കുകൾ പകലിലാണ്. അങ്ങനെ വരിക. യതആഖബൂന മലായിക്കത്തുൻ ബില്ലൈൽ വ മലായിക്കത്തുൻ ബിന്നഹാർ. എന്നിട്ടോ യജ്തമിഊന, രണ്ട് വിഭാഗവും ഒരുമിച്ച് ചേരും ഫി സലാത്തിൽ അസ്രി വ സലാത്തിൽ ഫജ്ർ. സുബൈൻ്റെ സമയത്തും അസറിൻ്റെ സമയത്തും ആ രണ്ട് വിഭാഗം, രാത്രിയിൽ ഇറങ്ങിയ മലക്കുകളും പകലിറങ്ങിയ മലക്കുകളും ഒന്നിക്കും, സമ്മേളിക്കും. പിന്നെ സുമ്മ യറജുൽ മലായിക്കത്ത് അല്ലദീന ബാത്തു, രാത്രിയിൽ ഫീക്കും നിങ്ങളോടൊപ്പം താമസിച്ച മലക്ക് അള്ളാഹുലേക്ക് കയറിപ്പോവും. ഫയസ്അലുക്കും, അപ്പോൾ അള്ളാഹു ആ മലക്കോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ പോരുമ്പോൾ എൻ്റെ ദാസന്മാർ ഏത് അവസ്ഥയിലാണ് ഒഴിവാക്കി വന്നത്? അപ്പോൾ അവർ പറയും, അത്തൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ വരുമ്പോൾ അവർ നമസ്കരിക്കുന്നവരാണ്. വ തറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരെ വിട്ടേച്ച് ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. ഞങ്ങൾ അവരെ വിട്ടേച്ച് വരുമ്പോഴും അള്ളാഹുവെ നിന്നിലേക്ക് വരുമ്പോഴും അവർ നമസ്കരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? ഫഗ്ഫിർ ലഹും യൗമദ്ദീൻ, പടച്ചോനെ പരലോകത്ത് നീ അവർക്ക് പുറത്തു കൊടുക്കണം. ഉണ്ടോ മലക്കുകളുടെ പ്രാർത്ഥന? ഇപ്പം എന്താ സംഭവം? രാവിലും പകലിലുമായി മലക്കുകൾ ഇറങ്ങുന്നു. ആ ഇറങ്ങുന്ന മലക്കുകൾ സന്ധിക്കുന്ന സമയതാ അസറും സുബൈയും. ഈ രണ്ട് സമയത്തും അവസാനം അള്ളാഹുലേക്ക് കയറിപ്പോകുന്ന മലക്കുകൾ പറയുന്നു, അവർ സുബൈക്ക് വരുമ്പോൾ നമ്മൾ നിസ്കരിക്കുക, അവർ അസറിന് അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നിസ്കരിക്കുക. ആ രണ്ട് വിഭാഗം മലക്കുകളും ഒരുമിച്ച് ചേരുകയും മടങ്ങിപ്പോകുന്ന മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്നു, ഫയസ്അലുഹും കൈഫ തറക്തും ഇബാദി, എൻ്റെ ദാസന്മാരെ, അതാ നിങ്ങൾ നോക്കണ്ടേ, എൻ്റെ ദാസന്മാരെ ഏത് അവസ്ഥയിൽ വിട്ടേച്ചാ പോകുന്നത്? അപ്പം എന്താ പറഞ്ഞത്? ഒഹും യുസല്ലൂൻ, അവർ നമസ്കരിക്കുകയാണ് പടച്ചോനെ. വ തറക്നാഹും ഒഹും യുസല്ലൂൻ, നമ്മൾ നിൻ്റെ അടുത്ത് വരുമ്പോഴും അവരെ വിട്ടേച്ച് വരുമ്പോഴും അവർ നമസ്കരിക്കുക. അതുകൊണ്ട് എന്ത് വേണം? ഫഗ്ഫിർ ലഹും യൗമദ്ദീൻ, അന്ത്യനാളിൽ പടച്ചോനെ നീ അവർക്ക് പുറത്തു കൊടുക്കണം. ഉണ്ടാവും. അതുപോലെ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു സന്ദർഭം കൂടി കേൾക്കാം. റസൂലുള്ള പറയാണ്, നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇതാ അത്തൈത്ത മൽജാക്ക, നിങ്ങൾ വിരിപ്പിലേക്ക് കിടക്കാൻ രാത്രി പോകുമ്പോൾ ഫതവല്ല ഒലുവക ലിസ്സലാത്ത്, നിസ്കാരത്തിന് എന്ന പോലെ ഒരു ഒലു ഉണ്ടാക്കണം. അങ്ങനെ നമസ്കാരത്തിന് എന്ന പോലെ ഒരു ഒലു ഉണ്ടാക്കണം. ആ ഒലു മുറിയില്ല കേട്ടോ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കണ ഒലു മുറിയില്ല. അങ്ങനെ ഉണ്ടാക്കണം. ഉണ്ടാക്കിയാലോ അവിടുന്ന് അങ്ങോട്ട് കേൾക്കേണ്ടത്, മൻ ബാത്ത താഹിറൻ, ഒലു ചെയ്ത് ശുദ്ധിയായി ഒരാൾ രാത്രി ഉറങ്ങിയാൽ ബാത്ത ഫി ഷിആരിഹി മലക്കുൻ, അവൻ്റെ വിരിപ്പിൽ ഒരു മലക്ക് കിടക്കാനുണ്ടാവും. നമ്മൾ കാണൂല, ഒരു മലക്ക് കൂടെ ഉണ്ടാവും. ഫലം യസ്തൈഖിലില്ലാ കാലൽ മലക്ക്, നമ്മൾ എപ്പോഴെല്ലാം ഉണരുന്നുവോ അപ്പോൾ മലക്ക് പറയും, അല്ലാഹുമ്മ ഇഗ്ഫിർലി അബ്ദിക ഫുലാൻ, പടച്ചോനെ നിന്റെ ഇന്ന അടിമക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചോനെ. ഉണ്ടോ? ഫൈനഹു ബാത്ത താഹിറൻ, കാരണം അവൻ ശുദ്ധി വരുത്തിയാണ് ഉറങ്ങിയത്. അപ്പം മറക്കണ്ട, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ രാത്രി ഒലുണ്ടാക്കി കിടക്കുക കേട്ടോ. അല്ലാണ്ട് പോത്ത് കിടക്കുന്ന പോലെ കിടക്കരുത്. ഒരു പോത്തൊന്നും വരെ ഒലുണ്ടാക്കി കിടന്നില്ലല്ലോ, ഒരു എരുമയും കിടന്നില്ല. അപ്പം ബോധപൂർവം കിടക്കാൻ തയ്യാറാകുക. ഇനിയോ റസൂലുള്ള പറയാം, ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു, ഒരു വിശ്വാസി, ഫൈദാ ദഹൽ മസ്ജിദ്, ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ കാനഫി സലാത്ത്, നിസ്കാരിലായി, പിന്നെ വെറും വർത്താനം പറഞ്ഞിരിക്കാൻ പാടില്ല പള്ളിയിൽ. എന്താ കാരണം? മാക്കാനത്തി സലാത്തു ഹിയ തഹബിസു, നമസ്കാരം അവനെ തടഞ്ഞു വെക്കുമ്പോൾ. ഇപ്പം നമ്മൾ ലുഹറിന് കുറച്ച് നേരത്തെ വന്നു, അല്ലെ ലുഹർ കഴിഞ്ഞിട്ട് അസർ ആയിട്ടില്ല, അതിൻ്റെ മുമ്പ് കുറച്ച് നേരത്തെ വന്നു. അപ്പം എന്ത് ചെയ്തു? അസറിന് വേണ്ടി ഇവിടെ കാത്തിരുന്നു, അതാണ് തടഞ്ഞു വെച്ചത്. അപ്പം എന്ത് ചെയ്യും? അൽ മലായിക്കത്ത് സുസല്ലി അല അഹദിക്കും
മലക്കുകൾ ഇങ്ങനെ അസറിന് കാത്തിരിക്കുന്ന അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. മാതാമഫി മുസല്ലാഹു, മുസല്ലയിലിരിക്കുമ്പോൾ, അല്ലാണ്ട് എവിടേക്കും ചാരിക്കുത്തിരിക്കുന്നതല്ല. മുസല്ലയിൽ നീ ചാരിക്കുത്തിരിക്കുന്നത് തെറ്റൊന്നല്ല. ചാരിക്കുത്തിരിക്കുന്ന ഇപ്പോൾ ഊരക്ക് വയ്യാണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചാരിക്കുത്തിരിക്കേണ്ടി വരും. പക്ഷെ മുസല്ലയിലായിട്ട് ഇരിക്കണം, ഇരിക്കുന്ന സെഫിലിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? മലക്കുകൾ പ്രാർത്ഥിക്കും. അല്ലത് ഈ സല്ലാഫി നിസ്കരിച്ച അതേ സ്ഥലത്ത്. എന്നാൽ അതിനൊരു നിബന്ധന, ആ പ്രാർത്ഥന കിട്ടണമെങ്കിൽ മാലം യുഹദിസ് ഒലു ഉണ്ടാവണം. ഒലു മുറിയാൻ പാടില്ല. ഒലു മുറിയാത്ത നിലക്കായിരിക്കണം ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലക്കുകൾ എന്ത് ചെയ്യും? തക്കൂൽ, മലക്കുകൾ പ്രാർത്ഥിക്കും സഫിലായിരിക്കുന്നത്. അള്ളാഹു മഗ്ഫിർ ലഹു വർഹംഹു, പടച്ചോനെ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. കാരണം ആരാ പ്രാർത്ഥിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് മനസ്സിൽ വെക്കുക. നിഷ്കളങ്കരായ അള്ളാഹുവിൻ്റെ ആദരണീയരായ മലക്കുകളാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരു അടുത്ത കാരണം അല്ലേ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യ സഫിൽ വന്നിരിക്കുക, ആദ്യ സഫിൽ നിസ്കരിക്കാൻ നിൽക്കുക. ഇന്നല്ലാഹു മലായിക്കത്തുഹു യുസല്ലൂന അല സുഫൂഫിൽ ഉവൽ, ഒന്നാമത്തെ സഫിൽ. ഒന്നാമത്തെ സഫ് പറഞ്ഞാൽ പള്ളിയുടെ ആദ്യ ഭാഗത്ത് ഇരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു അവർക്ക് മലക്കുകളുടെ മുമ്പിൽ അവരെ പറ്റി പ്രശംസിച്ച് സംസാരിക്കും. നിന്റെ ദാസന്മാർ ഇബാദത്തിന് വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ പള്ളിയിൽ നേരത്തെ വന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നു, അവരെ പ്രശംസിക്കും. മലക്കുകളോ, മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി കേട്ടോ. ഇന്നല്ലാഹു മലായിക്കത്തുഹു യുസല്ലൂന യസിലൂന സുഫൂഫ്, സഫുകൾ വിടവില്ലാതെ നിൽക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും അല്ലേ. അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താണ്ട് സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ പ്രതിഫലം കേട്ടാൽ സന്തോഷം തോന്നിപ്പോകും. അതെന്താ അറിയോ? മഹാനായ അലി അള്ളാഹു പറയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത് കേട്ടത്? ഇദാ ആദർ റജുലു അഖാഹുൽ മുസ്ലിം, മുസ്ലിമായൊരു മനുഷ്യൻ രോഗിയായി കിടക്കുമ്പോൾ അവനെ പോയി സന്ദർശിച്ചാൽ, മഷാഫി ഖിറാഫത്തിൽ ജന്ന, അവിടത്തേക്ക് പോകുന്ന യാത്രയുടെ സമയം, അത്രയും സമയം. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് കുറച്ച് ദൂരത്തേക്കാണ് ഒരു രോഗിയെ കാണാൻ. ആ ദൂരത്തേക്ക് പോകുന്ന ആ യാത്ര മുഴുവനും സ്വർഗത്തിലെ പഴങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഖിറാഫത്തിൽ ജന്ന, ഒരു രോഗിൻ്റെ അടുത്തേക്ക് പോകുന്ന, രോഗിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, ആ യാത്ര തന്നെ എന്താണ്? സ്വർഗത്തിലെ പഴം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹത്താ യജ്ലിസ, രോഗിൻ്റെ അടുത്ത് ചെന്ന് ഇരിക്കുന്നതുവരെ. ഇനിയോ ഫൈദ ജലസ ഓമറത്തുഹുർ റഹ്മ, അവിടെ ചെന്ന് രോഗിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം എന്തുണ്ടാവും? ഓമറത്തുഹുർ റഹ്മ, കാരുണ്യം പെയ്തിറങ്ങും, അള്ളാഹിൻ്റെ കാരുണ്യം പെയ്തിറങ്ങും കേട്ടോ. ഇനി ഫൈൻകാന ഉദുവത്തൻ, ആ യാത്ര രാവിലെയാണെങ്കിൽ, രാവിലെയാണ് രോഗിനെ കാണാൻ പോണത് എങ്കിൽ, സല്ല അലൈഹി സബൂന അൽഫ മലക്ക്, ഇവന് വേണ്ടി 70,000 മലക്കുകൾ പ്രാർത്ഥിക്കും. ഈ രോഗിയെ കാണാൻ പോയ ആൾക്ക് 70,000 മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും രാവിലെ പോയാൽ. ഹത്താ യുംസി, അത് ഏതുവരെ കിട്ടും? രാവിലെ പോയ വ്യക്തിക്ക് വൈകുന്നേരം വരെ 70,000 മലക്കുകൾ പ്രാർത്ഥിക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ചെറിയ പ്രതിഫലമല്ല. അപ്പം ഇടപെടുകയാണ് മലക്കുകൾ അല്ലേ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക്. പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ അതുപോലെ തന്നെ രോഗീൻ്റെ അടുത്ത് പോയാലോ കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടില്ലാത്ത രോഗിയാണ് അവിടെ ചെലവഴിക്കേണ്ട. നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ വന്നിരിക്കുന്നു അറിയിക്കാനും പോകണ്ട. നമ്മളൊക്കെ പോകണ്ട അതിനാ. എന്തിനാ? ഞാൻ രോഗിയാകുമ്പോൾ നിങ്ങൾ വരണം, അതിനുവേണ്ടി ഞാൻ വന്നതാണ്. അതിനൊന്നും കൂലി ഉണ്ടാവില്ല. കാരണം അതൊക്കെ തട്ടിപ്പാന്ന് അള്ളാഹ്ക്കും അറിയാം, മലക്കിനും അറിയാം. 90% ആളുകൾ തട്ടിപ്പിലുണ്ടാകുക. 10% ആളുകളെ ആത്മാർത്ഥമായി പോവുകയുള്ളൂ. അവർ മാത്രമേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയുള്ളൂ രോഗിക്ക് വേണ്ടി കേട്ടോ. അപ്പം പറഞ്ഞു വന്നത്, രാവിലെ പോയാൽ വൈകുന്നേരം വരെ മലക്കുകൾ പ്രാർത്ഥിക്കും കേട്ടോ. പിന്നെ ഇനി ഒരാൾ വൈകാന മസാൻ ചെന്ന് വൈകുന്നേരം, ചിലപ്പോൾ രോഗികളടുത്ത് കാണാൻ ചെല്ലണ ഹോസ്പിറ്റലിന് ചില നിയമം ഉണ്ടാവും അല്ലേ. രാവിലെ 4 മണിക്ക് ശേഷം വരാൻ പാടുള്ളൂ, അങ്ങനെ നിയമം ഉണ്ടാവില്ലേ. അങ്ങനെ നിങ്ങൾ വൈകുന്നേരമാണ് പോയതെങ്കിലോ സല്ല അലൈഹി സബൂന അൽഫ മലക് ഹത്താ യുസ്ബിഹ, നേരം വെളുക്കോളം. വൈകുന്നേരം പോയാൽ വൈകുന്നേരം, രാവിലെ നേരം വെളുക്കോളം 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനകളെല്ലാം ലഭ്യമാകുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉള്ളൊരു ജീവിതമാണ് നയിച്ചത്. അള്ളാഹുവെ മരിക്കും മുമ്പ് എല്ലാം മാപ്പാക്കി തന്നുകൊണ്ട് മരിച്ചു പിരിയാൻ ഭാഗ്യം ലഭിക്കുന്ന നല്ലവരായ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അനവധി നിരവധി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു അവരുടെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. എവിടെയെല്ലാം തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നു പോകുന്നു അതെല്ലാം തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും അള്ളാഹു തൗബയും ഇസ്തിഗ്ഫാറും സ്വീകരിക്കുന്ന മുത്തക്കികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റുള്ളവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭ്യമാക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദി അൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ ലാ തജഅൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ اللهم لا تجعلنا مع القوم الظالمين والحقنا مع الصالحين اللهم لا تجعلنا مع القوم الظالمين والحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.